വെഡിങ് സീരീസ് പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാമിയിൽ എത്തിയിട്ട് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കി. ഡ്രസ് കോഡാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയിട്ട് മെറ്റീരിയൽ നോക്കും, പിന്നെയും വന്ന് റെഡിമെയ്ഡ് നോക്കും. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റായി വന്നിരുന്നില്ല. ഡെയിലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പറയാ ഇന്നെങ്കിലും ഡ്രസ്സ് സെറ്റ് ആക്കണം എന്നേന്നു. ലാസ്റ്റ് നമ്മളൊരു ഡിസിഷനിലെത്തി, നമുക്ക് ഡ്രസ് കോഡ് വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ഗൗൺ എടുത്തിറങ്ങി. നമ്മൾ കരുതിയ പോലെ ഡ്രസ് കോഡ് ഒന്നും സെറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നമ്മൾ വീട്ടിൽ പോയത്. ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ ദീദിന്റെ മരം പോലെ മുന്നിൽ നിൽക്കണം. എന്താ കാര്യം ചോദിച്ചപ്പോ ഒരൊറ്റ ഡയലോഗ്, നമുക്ക് ഡ്രസ്സ് മാറ്റല്ലേന്ന്. അങ്ങനെ പിന്നെ എല്ലാരും വേഗം റെഡി ആയിട്ട് വണ്ടി കയറി. ഇതിനിടയിൽ ചെറിയൊരു ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് സന പോയി. ഇത്തവണ പോകുമ്പോ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നേരെ പോവുക, റിട്ടേൺ എടുക്കാൻ, മെറ്റീരിയൽ എടുക്കാം. അങ്ങനെ നമ്മൾ സാമിയിൽ എത്തിയിട്ട് നേരെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഒരുപാട് ഉണ്ടാവില്ല. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒരാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുന്നത് വരെ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മൾ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തു. ഇനി ഞങ്ങൾ ഏത് കളറായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക, ഏത് മോഡലായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് വെഡിങ് വ്ളോഗ്സിൽ കാണാം.